മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നിർണായക ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഒരു മാസത്തിലധികം ജയിലിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ലാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുക. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഇത് ബാധകമാണ്. മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, വളരെ നിർണായകമായിട്ടുള്ള ഒരു ബില്ലാണ് കേന്ദ്ര സർക്കാർ ഇന്നിപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. അതായത് 30 ദിവസം ഏതെങ്കിലും പ്രധാനപ്പെട്ട കേസുകളിൽ നമ്മളുടെ മന്ത്രിമാരോ ഇനിയും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയിക്കോട്ടെ ആരാണെങ്കിലും അവർ ജയിലിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് സ്ഥാനം നഷ്ടപ്പെടുന്നു എന്നതാണല്ലോ ഈ ബില്ലിന്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. ജിഷ്ണു, വളരെ സുപ്രധാനമായ ഒരു ബില്ലുമായി കേന്ദ്ര സർക്കാർ ഇന്ന് വരികയാണ്. പാർലമെന്റിന്റെ നിർണായകമായ മഴക്കാല സമ്മേളനം അവസാനിക്കാൻ ഏതാണ്ട് ഒരു ദിവസം മാത്രം ശേഷിക്കുകയാണ്. മന്ത്രിമാർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർക്കെല്ലാം ബാധകമാകുന്ന ഒരു സുപ്രധാനമായ ബില്ലിന്ന് ലോക്സഭയിൽ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നത്. ജിഷ്ണു കൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ജിഷ്ണു, 30 ദിവസം ഒരു കേസിൽ മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ ഈവൻ പ്രധാനമന്ത്രിയോ ജയിലിലായി കഴിഞ്ഞാൽ അവർക്ക് സ്ഥാനം നഷ്ടമാകുന്നു എന്ന് വ്യവസ്ഥ ചെയ്യുന്നതല്ലേ ഈ നിർണായകമായ ബില്ല്? ഗൗതം, നിർണായകമായ ബില്ലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. അത് ഇന്ന് ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബില്ലിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ട തുടർച്ചയായി 30 ദിവസത്തോളം ജയിലിൽ കിടക്കുന്ന പ്രധാനമന്ത്രിമാർ, സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ എന്നിവർക്ക് 30 ദിവസം തുടർച്ചയായി ഈ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ സ്ഥാനം നഷ്ടപ്പെടുന്നതാണ് ഈ ബില്ലിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സുതാര്യത ഉറപ്പാക്കുന്നതിനും ഒപ്പം ഭരണഘടനാ സ്ഥാനങ്ങൾക്ക് ഇരിക്കുന്നവർക്ക് നേരെയുള്ള ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, മറ്റ് കുറ്റകൃത്യങ്ങൾ എന്നിവ കുറയ്ക്കുന്നതും ഉദ്ദേശം വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്നത്. ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിൽ ലോക്സഭയുടെ ഇന്നത്തെ ബിസിനസ്സുകളിൽ, അതായത് ഇന്നത്തെ നടപടിക്രമങ്ങളിൽ ഇത്തരത്തിൽ ബില്ല് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടപ്പാക്കാൻ സാധിക്കാത്ത, അവതരിപ്പിക്കാൻ സാധിക്കാത്ത ബില്ലുകൾ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. രാജ്യത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ എന്നിവർ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ട് തുടർച്ചയായി 30 ദിവസത്തോളം ജയിലിൽ കിടക്കുകയാണെങ്കിൽ ആ 31ാമത്തെ ദിവസം പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഗവർണർക്കോ രാഷ്ട്രപതിക്കോ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള ശുപാർശ നൽകണം. അത്തരത്തിൽ ശുപാർശ നൽകിയില്ലെങ്കിൽ പോലും 31ാമത്തെ ദിവസം ആ സ്ഥാനത്തിരിക്കുന്ന ആളുടെ അത് ഒഴിവാക്കപ്പെടും എന്നുള്ളതാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഇതിനായി ഭരണഘടനയുടെ 130ാം ഭേദഗതി ബിൽ, കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ല്, ജമ്മു കശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ എന്നീ 3 ഭേദഗതി ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഇന്നിപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിക്കും എന്ന് പറയുന്നു. ലോക്സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാലും ബില്ല് വിശദമായ പരിശോധനയ്ക്കും അതിന്റെ ചർച്ചകൾക്കും വേണ്ടി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാനാണ് സാധ്യതയുള്ളത്. വഖഫ് ബില്ലെല്ലാം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച് വിശദമായ പരിശോധന നടന്നതിന് സമാനമായി ഈ ബില്ലുകളും ലോക്സഭയിൽ അവതരിപ്പിച്ച് പിന്നീട് അത് വിശദമായ ചർച്ചകൾക്ക് വേണ്ടി പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിടാനാണ് നിലവിൽ സാധ്യതയുള്ളത്. ഏതായാലും നിർണായകമായ ബില്ല് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. രാജ്യത്തെ ഭരണാധികാരികൾക്ക് മേൽ അഴിമതിയുടെ അല്ലെങ്കിൽ വളരെ സുപ്രധാനമായ ഒരു ബില്ലുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തുകയാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അടക്കമുള്ളവർ ഗുരുതരമായ കേസുകളിൽ ജയിലിലായി കഴിഞ്ഞാൽ 30 ദിവസത്തിനകം സ്ഥാനം നഷ്ടപ്പെടും എന്ന വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് ഇന്നൊരു പക്ഷേ ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കാൻ പോകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ.